തിരുവാതിരയെക്കുറിച്ച് അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അറിയാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ. എന്നാലും എൻ്റെ അറിവ് വെച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അറിയാത്തവർക്കാണേ. തിരുവാതിരയ്ക്ക് മുൻപുള്ള ഏകാദശി എടുത്തുകൊണ്ടാണ് തിരുവാതിരയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കുന്നത്. കന്യകമാർ മംഗല്യഭാഗ്യത്തിനും നവദമ്പതിമാരും ദമ്പതിമാരും ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘസുമംഗലി യോഗത്തിനും ആചരിക്കുന്നതാണ് ധനുമാസത്തിലെ തിരുവാതിര. ധനുമാസ തിരുവാതിരയുടെ എല്ലാ ഫലങ്ങളും കിട്ടാൻ 2 നോയമ്പുകളാണ് പ്രധാനമായും എടുക്കേണ്ടത്: മകേരിയൻ നോയമ്പും തിരുവാതിര നോയമ്പും. ഇതോടൊപ്പം എട്ടടങ്ങാടി നിവേദ്യവും തിരുവാതിരക്കളിയും ഉറക്കമൊഴിച്ചിലും കൂടി നടത്തിയാലേ വ്രതം പൂർത്തിയാവൂ. മകേരിയൻ തുടങ്ങുന്നതിന് മുൻപ് അരി ആഹാരം കഴിച്ചാൽ പിന്നീട് തിരുവാതിര കഴിഞ്ഞ് മാത്രമേ നമ്മൾ അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുള്ളൂ. മകീര നക്ഷത്രവും തിരുവാതിരയും ചേർന്ന് രാവിലാണ് പരമശിവന്റെ പിറന്നാൾ ദിനം. ഈ ദിനത്തിലാണ് നമ്മൾ തിരുവാതിര ആഘോഷിക്കണേ. ധനുമാസത്തിലെ തിരുവാതിര വ്രതം വിധിപ്രകാരം നോറ്റാൽ ഐശ്വര്യവും ദീർഘസുമംഗലി യോഗവും ഇഷ്ടവിവാഹ ജീവിതമൊക്കെ കിട്ടുമെന്നാണ് വിശ്വാസം. ധനുമാസക്കുളിരിലെ തിരുവാതിരയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് പാർവതീദേവിയുടെ കഠിന തപസ്സിൻ്റെ ഫലമായി പരമശിവൻ ദേവിയെ പരിണയിക്കാൻ സമ്മതിച്ചത് ഈ ദിനത്തിലാണെന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, സതീദേവിയുടെ ജീവത്യാഗം മൂലം പരിത്യാഗിയായി മാറിയ പരമശിവനെ സംസാര ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ദേവഗണങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നു. ഈ സമയത്താണ് പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ കഠിനമായി തപസ് അനുഷ്ഠിച്ചിരുന്നത്. തുടർന്ന് പരമശിവന് പാർവതീദേവിയോട് അനുരാഗം തോന്നുന്നതിനായി ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം കാമദേവൻ ഭഗവാന് നേരെ കാമബാണം എയ്തു. ഇതിൽ ക്രോധനായ പരമശിവൻ കാമദേവനെ തൃക്കണ്ണാൽ ദഹിപ്പിച്ചു. ഇതിൽ ദുഃഖിതയായ കാമദേവൻ്റെ പത്നി രതീദേവി പാർവതീദേവിയോട് സങ്കടമുണർത്തിച്ചു. തുടർന്ന് പാർവതീദേവിയും രതീദേവിയും മറ്റ് ദേവസ്ത്രീകളും വ്രതമെടുത്ത് പരമശിവനെ ഭജിച്ചു. ഒടുവിൽ സംപ്രീതനായ ശ്രീ പരമേശ്വരൻ കാമദേവനെ പുനർജീവിപ്പിക്കുകയും പാർവതീദേവിയെ തൻ്റെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടയായ പാർവതീദേവിയും മറ്റ് ദേവിമാരും ആടിയും പാടിയും കളിച്ചും രസിച്ചും ആ രാത്രി മുഴുവൻ ആഘോഷിച്ചു. അതിനെ തുടർന്നാണ് മകീരിയവും തിരുവാതിര നാളും ചേർന്ന ധനുമാസ രാവിൽ പരമശിവന്റെ പിറന്നാൾ ദിവസം ആഘോഷിക്കുന്നത്. തിരുവാതിരയ്ക്ക് എന്തൊക്കെ ചടങ്ങുകളാണെന്ന് നോക്കാം നമുക്കിനി. തിരുവാതിരയ്ക്ക് അരി ആഹാരം ഉപേക്ഷിച്ച് ചേന, കാച്ചിൽ, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുചേമ്പ്, നേന്ത്രക്കായ, മധുരക്കിഴങ്ങ്, ചെറുകിഴങ്ങ് എന്നിവ കനലിൽ ചുട്ട് വിശേഷവിധിയാൽ തയ്യാറാക്കുന്ന നിവേദ്യം അന്നേ ദിവസം കഴിക്കാറുണ്ട്. ഈ നിവേദ്യത്തിന് എട്ടടങ്ങാടി എന്നാണ് പറയുന്നത്. മകേരിയൻ നക്ഷത്രം സന്ധ്യാസമയം വരുന്ന ദിവസമാണ് എട്ടടങ്ങാടി നിവേദിക്കുന്നത്. ഗണപതി, പാർവതി, പരമശിവൻ എന്നീ ദേവതകൾക്കാണ് എട്ടടങ്ങാടി നിവേദിക്കുന്നത്. പല സ്ഥലത്തും പല കിഴങ്ങുവർഗ്ഗങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ചാമ, ഗോതമ്പ് എന്നിവ ഉപയോഗിച്ചുള്ള കഞ്ഞിയും കൂവപ്പൊടി കുറുക്കിയതും കഴിക്കാറുണ്ട്. കൂവപ്പൊടി കുറുക്കുക എന്താ വെച്ചാൽ നമ്മുടെ നേന്ത്രപ്പഴം, ശർക്കര, നാളികേരം ഇവയെല്ലാം കൂടി ഇട്ടിട്ടാണ് കൂവ കുറുക്കി കഴിക്കുന്നത്. ഇത് ക്ഷീണത്തിന് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒക്കെ ആഹാരം ഈ സമയത്ത് കഴിക്കണേ. ഇതുകൂടാതെ നേന്ത്രക്കായും വൻപയറും കിഴങ്ങും കൂടി ഇട്ടിട്ട് തയ്യാറാക്കുന്ന പുഴുക്കും ഉണ്ടാക്കാറുണ്ട്. വ്രതം നോക്കുന്ന ആൾക്കാർ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന സുമംഗലികൾ ഓം ശിവശക്തിരൂപിണ്യേ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ദാമ്പത്യക്ലേശം അകലാനും ഐക്യമത്യത്തിനും കുടുംബ ഭദ്രതയ്ക്കും വളരെ നല്ലതാണ്. അതുപോലെ കന്യകമാർ ഓം സോമായ നമ എന്നത് 108 തവണ ജപിക്കണം. ഇങ്ങനെ ജപിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ട വരനെ കിട്ടുമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ മാത്രമല്ല, അവിവാഹിതരായ പുരുഷന്മാർ ഓം ഉമാമഹേശ്വരായ നമ എന്ന് 108 തവണ ജപിക്കുന്നത് വഴി നല്ല വധുവിനെയും കിട്ടുമത്രേ. ഇതൊക്കെ കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം, ഉമാമഹേശ്വര സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമം മുതലായവ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന ദിവസം ഉറക്കമൊഴിക്കണം. പാതിരാപ്പൂ ചൂടൽ പ്രധാന ചടങ്ങാണ്.
ഇതിനായി ദശപുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത്. ധനുമാസക്കുളിരിൽ തണുത്ത വെള്ളത്തിൽ തുടിച്ച് കുളിച്ചതിന് ശേഷം രാത്രി സമയത്താണ് സുമംഗരികൾ ഇത് മുടിയിൽ ചൂടുന്നത്. ഇങ്ങനെ പാതിരാപ്പൂ ചൂടുമ്പോൾ പ്രത്യേക പാട്ടുകളൊക്കെ പണ്ടുകാലത്ത് പാടുമായിരുന്നു. ഓരോരോ പുഷ്പങ്ങളെടുത്ത് അതത് ദേവതമാരെ സ്തുതിച്ചുകൊണ്ടാണ് പുഷ്പം ചൂടുന്നത്. ഓരോ പുഷ്പം ചൂടുമ്പോഴും ഓരോ ഫലമാണ് പറയുന്നത്. കറുക ആദിവ്യാധി നാശത്തിനും, പൂവങ്കുരുന്നല ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും, നിലപ്പന പാപശമനത്തിനും, കയ്യോന്നി പഞ്ചപാപശമനത്തിനും, മുക്കുറ്റി ഭർത്തൃസുഖത്തിനും, നല്ല പുത്രന്മാർ ഉണ്ടാകുന്നതിനും, തിരുതാളി സൗന്ദര്യവർദ്ധനവിനും, ഒഴിഞ്ഞ അഭീഷ്ടസിദ്ധിക്കും, ചെറുള ദീർഘായുസ്സിനും, മുയൽ ചെവിയൻ മംഗല്യസിദ്ധിക്കും, കൃഷ്ണകാന്തി വിഷ്ണുപ്രീതിക്കും ഉപയോഗിക്കുന്നു. ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും നന്മയും വിശുദ്ധിയുമുണ്ട്. പഴയ തലമുറകളിൽ നിന്നും കിട്ടിയ ഇവയെ നമുക്കും മുറുകെ പിടിക്കാം. ഏവർക്കും തിരുവാതിര ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാൽ ബാക്കിയുള്ളവർക്കും അത് തിരുത്താനുള്ള അവസരമാവും. പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി.